നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാമ്പ് ശല്യവും പാമ്പുകടിയേറ്റുള്ള മരണങ്ങളും പാമ്പുകടിയേറ്റ ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന്റെ നിരക്കും കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഏറെ ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ്. പലയിടങ്ങളിലും പാമ്പുകൾ വീടിനകത്ത് പ്രവേശിക്കുന്നതൊക്കെ തന്നെ തടയാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിരന്തരം നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് വളരെ ഞെട്ടലുണ്ടാക്കുന്ന മറ്റൊരു സംഭവം ഇരിങ്ങാലക്കുടയിലാണ് നടന്നിരിക്കുന്നത്. അതും അതികഠിനമായിട്ടൊരു ചൂട് അനുഭവപ്പെട്ടപ്പോൾ കുറച്ച് യുവാക്കൾ തൊട്ടപ്പുറത്തുള്ള കടയിൽ നിന്ന് വാങ്ങിയ ജീരക സോഡയുടെ കുപ്പി തുറന്നപ്പോൾ അതിൽ കണ്ടത് ഒരു ചത്ത പാമ്പിൻ കുഞ്ഞിനെയാണ്. കൊണത്തുകുന്ന് മനയ്ക്കപ്പടിയിലെ ഇന്ത്യൻ ഫാസ്റ്റ് ഫുഡ് എന്ന തട്ടുകടയിൽ നിന്ന് ചെറായി സ്വദേശി ഉണ്ണിയൻപുരയ്ക്കൽ വിഷ്ണുരാജ്, ആലുവ സ്വദേശി ഡിനൂസ് എന്നിവർ വാങ്ങിയ സോഡ കുപ്പികളിൽ ഒന്നിലാണ് പാമ്പിനെ കണ്ടത്. കൊണത്തുകുന്ന് വള്ളിവട്ടം മനയ്ക്കപ്പടിയിലെ സ്വകാര്യ കമ്പനിയിൽ സോളാർ പാനലിന്റെ ജോലിക്ക് എത്തിയതായിരുന്നു ഈ യുവാക്കൾ. സോഡ കുപ്പി തുറന്ന് കുടിക്കാനെടുത്ത സമയത്ത് മുകളിൽ എന്തോ തങ്ങി നിൽക്കുന്നത് കണ്ട് നോക്കിയപ്പോഴാണ് അത് ചത്ത ഒരു പാമ്പിൻ കുഞ്ഞാണെന്ന് മനസ്സിലായത്. അവിടെ തന്നെ പ്രവർത്തിക്കുന്ന റിലാക്സ് സോഡ കമ്പനിയിൽ നിന്ന് എത്തിച്ച സോഡയാണ് ഇതെന്ന് കുപ്പിയിൽ പതിച്ച സ്റ്റിക്കറിൽ നിന്ന് മനസ്സിലായതോടെ യുവാക്കൾ കൊടുങ്ങല്ലൂർ ഫുഡ് സേഫ്റ്റി വിഭാഗത്തിലേക്ക് വിളിച്ച് പരാതിപ്പെട്ടു. സോഡ കുപ്പിയുടെ വീഡിയോ വാട്സപ്പിൽ അയച്ചു കൊടുത്തു. തുടർന്ന് ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡോക്ടർ എം ബർഷാറയുടെ നേതൃത്വത്തിൽ സ്ഥാപനത്തിൽ പരിശോധന നടത്തി. സോഡ നിർമ്മാണത്തിനായി കഴുകി വെക്കുന്ന കുപ്പികൾ അടച്ചുറപ്പില്ലാത്ത സ്ഥലത്താണ് സൂക്ഷിച്ചിരുന്നത്. ഒരു ദിവസം രാത്രി കഴുകി വെക്കുന്ന കുപ്പിയിൽ പിറ്റേ ദിവസമാണ് സോഡ നിറയ്ക്കുന്നത്. ഇതിനിടയിലാകാം പാമ്പ് കയറിയതെന്നാണ് നിഗമനം എന്ന് ഫുഡ് സേഫ്റ്റി ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. അടച്ചുറപ്പില്ലാത്ത രീതിയിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും കണ്ടെത്തിയതിനെ തുടർന്നും സ്ഥാപനം അടച്ചുപൂട്ടി. സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ സ്റ്റോക്കും നശിപ്പിച്ചു. മേഖലയിലെ മുഴുവൻ സ്ഥാപനങ്ങളിലും വിതരണം ചെയ്ത സോഡ ഫാക്ടറി അധികൃതരെ കൊണ്ട് തിരിച്ചടിപ്പിച്ച് നശിപ്പിച്ചു. സംഭവത്തിന് വീഡിയോ സഹിതം ലഭിച്ച പരാതിയെ തുടർന്നാണ് ഉച്ചയ്ക്ക് 2:30 തന്നെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. 10 വർഷമായി ലൈസൻസോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമായിരുന്നെങ്കിലും ശുചിത്വത്തിലെ ഗുരുതരമായ അശ്രദ്ധ കണക്കിലെടുത്ത് ഉടൻ സ്റ്റോപ്പ് മെമ്മോ നൽകി. യൂണിറ്റിലുണ്ടായിരുന്ന ജീരക സോഡ സ്റ്റോക്കും ഉദ്യോഗസ്ഥർ നശിപ്പിച്ചു. സ്ഥലത്തെത്തിയ അധികൃതർ കട പരിശോധിക്കുകയും താൽക്കാലികമായി പൂട്ടാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. കടയുടമയ്ക്ക് ആരോഗ്യ വകുപ്പ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. പാനീയത്തിന്റെ നിർമ്മാണ യൂണിറ്റിനെ കുറിച്ചും ഗുണനിലവാരത്തെക്കുറിച്ചും കൂടുതൽ അന്വേഷണം നടത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ വിപണിയിൽ ലഭിക്കുന്ന പാനീയങ്ങളുടെ ശുചിത്വം ഉറപ്പുവരുത്തണമെന്ന് ആരോഗ്യ വകുപ്പ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ജനങ്ങൾ ജാഗ്രത പാലിക്കുക. പുറത്തുനിന്നൊക്കെ ഇപ്പോൾ ചൂട് സമയമാണ്. പുറത്തിറങ്ങുന്നവരോ അല്ലെങ്കിൽ അവിടെയൊക്കെ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നവരൊക്കെ തന്നെ ഒന്ന് ദഹം മാറ്റാനായിട്ട് തണുത്ത ഇത്തരത്തിലുള്ള പാനീയങ്ങളൊക്കെ തന്നെ വാങ്ങി കുടിക്കുന്നത് ഒരു പതിവാണ്. പക്ഷേ അത്തരത്തിൽ ടിന്നിൽ അടച്ചും അതുപോലെ കുപ്പിയിൽ അടച്ചും വരുന്ന പാനീയങ്ങളൊക്കെ തന്നെ എത്രത്തോളം നല്ലതാണ് എന്നുള്ളത് കൂടി പരിശോധിക്കണം, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ. അതേസമയം തന്നെ തിരുവല്ലയിലും കുറ്റപ്പുഴയിലും ഒരു ATM കൗണ്ടറിനകത്തും പാമ്പിനെ കണ്ടെത്തി. ശനിയാഴ്ച വൈകിട്ട് 7:30യോടെയാണ് ATMൽ പാമ്പിനെ കണ്ടത്. പണം പിൻവലിക്കാനെത്തിയ കുറ്റപ്പുഴ സ്വദേശിയാണ് പാമ്പിനെ കണ്ടത്. ആളനക്കം കേട്ടതോടെ പാമ്പ് ATM സ്ഥാപിച്ചിരുന്ന മുറിയുടെ മൂലയിൽ ഒളിച്ചു. പിന്നീട് ഇയാൾ പുറത്തിറങ്ങി ബഹളം വെച്ചതോടെ സമീപവാസികളും എത്തി. ഇതേ തുടർന്ന് ATM പുറത്തുനിന്ന് അടച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. ഒപ്പം തന്നെ ഇന്ന് വീട്ടുമുറ്റത്ത് നിൽക്കുക എന്നൊരു യുവതിക്കും പാമ്പുകടി ഏറ്റു. താമരശ്ശേരി ചെമ്പ്ര സ്വദേശിനി ശില്പയ്ക്കാണ് പാമ്പുകടി ഏറ്റത്. ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് സംഭവം നടന്നത്. വീടിന് പുറത്തിറങ്ങിയ സമയത്ത് ശില്പയെ പാമ്പ് കടിക്കുകയായിരുന്നു. ഉടൻ തന്നെ ബന്ധുക്കൾ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. അതേസമയം തന്നെ വേനൽ ചൂട് കഠിനമായതോടെ പാമ്പുകൾ മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പതിവായിട്ടുണ്ട്. പറമ്പുകളിലും വീട്ടുമുറ്റത്തും ഇറങ്ങുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പും ആരോഗ്യ വകുപ്പും മുന്നറിയിപ്പ് നൽകി. കുറ്റിക്കാടുകളും മറ്റും വെട്ടിത്തെളിച്ച് വീട്ടുപരിസരം വൃത്തിയായി സൂക്ഷിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. കടുത്ത വേനൽ ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പാമ്പുകൾ തണുപ്പ് തേടി വീടുകളിലേക്കും ജനവാസ മേഖലകളിലേക്കും എത്തിപ്പെടാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടത് പ്രധാനമാണ്. മൂർക്കൻ, വെള്ളിക്കെട്ടൻ, എട്ടടി വീരൻ, വളവളപ്പൻ, മോതിരവളയൻ, വളകഴപ്പൻ എന്നെല്ലാം പേരുകളുണ്ട്. ചേനത്തണ്ടൻ എന്നീ പേരുകളുമുണ്ട്. ചുരുട്ടമണ്ഡലി, മുഴമുക്കാൻ കുഴിമണ്ഡലി, രാജവെമ്പാല മുതലായവയാണ് കരയിലെ പ്രധാന വിഷപ്പാമ്പുകൾ. അതിൽ തന്നെ മൂർക്കൻ, ചേനത്തണ്ടൻ, വെള്ളിക്കെട്ടൻ എന്നിവ മൂലമാണ് ബഹുഭൂരിപക്ഷം അത്യാഹിതങ്ങളും കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്. വീടിനോട് ചേർന്നുള്ള പുൽക്കാടുകൾ, കരിയില കൂട്ടങ്ങൾ, വിറക് കൂട്ടിയിട്ടിരിക്കുന്ന ഇടങ്ങൾ എന്നിവ കൃത്യമായി വൃത്തിയാക്കുക. പ്രത്യേകിച്ച് മുറ്റം, നടപ്പ് വഴി എന്നിവിടങ്ങളിൽ നിന്നും കാടുപടലങ്ങളും ചപ്പുചവറുകളും നീക്കം ചെയ്യുക. വീടിന്റെ വാതിലുകൾക്കും ജനാലുകൾക്കും താഴെയുള്ള വിടവുകൾ അടയ്ക്കുക.
ചൂട് കാരണം ജനാലുകൾ തുറന്നിടുമ്പോൾ നെറ്റുകൾ ഉപയോഗിക്കുന്നത് പാമ്പുകൾ ഉള്ളിൽ കടക്കുന്നത് തടയാൻ സഹായിക്കും. ഭക്ഷണാവശിഷ്ടങ്ങൾ അലക്ഷ്യമായി ഇടുന്നതും ഒഴിവാക്കണം. അത്തരത്തിൽ ചെയ്യുന്നത് എലികളെ ആകർഷിക്കുകയും എലികളെ തേടി പാമ്പുകൾ വീടിനുള്ളിൽ എത്തുന്നതും കാരണമാകും. അതിനാൽ ഭക്ഷണാവശിഷ്ടങ്ങൾ ശരിയായി സഹകരിക്കുക. കെട്ടിടങ്ങൾക്ക് സമീപം ഇഷ്ടിക, വിറക്, കല്ലുകൾ, പാഴ്വസ്തുക്കൾ എന്നിവ വലിച്ചെറിയുകയോ അലക്ഷ്യമായി കൂട്ടിയിടുകയോ അരുത്. ഇത്തരം വസ്തുക്കൾ കൃത്യമായി അടുക്കി വെക്കുക. മഴയുള്ളപ്പോഴും വെളിച്ചമില്ലാതെയും കുട്ടികളെ ഒറ്റയ്ക്ക് അതിനടുത്തേക്ക് പോകാൻ അനുവദിക്കരുത്. വീടിന് പുറത്ത് ശേഖരിച്ച വിറക് വെളിച്ചമുള്ള സമയത്ത് മാത്രം ശ്രദ്ധയോടെ അകത്തേക്ക് എടുക്കുക. സമയങ്ങളിലും ഇരുട്ടിലും അതിന് മുതിരാതിരിക്കുക. കെട്ടിടത്തിന് മുകളിലേക്ക് വളർന്നു നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ നീക്കം ചെയ്യുക. വീടിന് മുകളിലേക്ക് പടർത്തിയ വള്ളിച്ചെടികൾ, ജനൽ, എയർഹോൾ എന്നിവയിലേക്ക് എത്താത്ത വിധവും മരം കയറാൻ കഴിയുന്ന പാമ്പുകൾക്ക് കെട്ടിടങ്ങളിലേക്ക് പ്രവേശിക്കാൻ സൗകര്യമാകാത്ത വിധവും സജ്ജീകരിക്കാം. ഡ്രെയിനേജ് പൈപ്പുകൾ ശരിയായി മൂടി സംരക്ഷിക്കണം. കാരണം തുറന്ന പൈപ്പുകളിലൂടെ പാമ്പുകൾക്ക് കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാം. കെട്ടിടത്തിന്റെ മുൻ പിൻവാതിലുകളുടെ കീഴെ വിടവില്ലാത്ത തരത്തിലുള്ള പാളിയും കട്ടളയും ആകണം. കാരണം വാതിലിന് താഴെയുള്ള ഇടുങ്ങിയ വിടവിലൂടെ പാമ്പുകൾക്ക് കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാം. കെട്ടിടത്തിന്റെ പരിസരത്ത് എലികളുടെയും ഉരകങ്ങളുടെയും വാസസ്ഥലമാകാവുന്ന എല്ലാ മാളങ്ങളും മറ്റ് പ്രവേശന സ്ഥാനങ്ങളും സുരക്ഷിതമായി അടച്ച് സീൽ ചെയ്യുക. രാത്രികളിൽ കാൽനട യാത്രയ്ക്ക് ലൈറ്റ്, ടോർച്ച് നിർബന്ധമായി ഉപയോഗിക്കുക. വീടിന്റെ മുറ്റം ഉൾപ്പെടെ താമസിക്കുന്ന സ്ഥലത്ത് ആകമാനം നല്ല വെളിച്ചം ഉറപ്പാക്കുക. വീടിന് പുറത്തു വെച്ച ഷൂസ്, ചെരുപ്പ് എന്നിവ ധരിക്കുമ്പോൾ അതിനുള്ളിൽ ചെറിയ പാമ്പുകളോ മറ്റു ജീവികളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതും ശീലമാക്കുക. കുട്ടികളെയും ഇത് ശീലിപ്പിക്കുക. ഷൂവിനുള്ളിൽ കൈ കടത്താതെ നിലത്ത് കൊട്ടിയതിനു ശേഷം ഉപയോഗിക്കാവൂ. വേനൽക്കാലത്ത് തറയിൽ പായ വിരിച്ചുറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളിക്കട്ടൻ പോലുള്ള പാമ്പുകൾ തണുപ്പ് തേടി കിടക്കയിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. കട്ടിലിലോ കൊതുക് വലയ്ക്കുള്ളിലോ ഉറങ്ങുന്നതാണ് സുരക്ഷിതം. വീടിന്റെ വരാന്തയിലും ഉമ്മറത്തും വെച്ചിരിക്കുന്ന ചെടിച്ചട്ടികൾക്കിടയിലും നനവും തണുപ്പുമുള്ളതിനാൽ പാമ്പുകൾ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. പാമ്പിൻ കുഞ്ഞുകൾ ജനിച്ച് കുറച്ചുനാൾ സ്വന്തമായി ടെറിറ്ററി കണ്ടെത്തിയ ആധിപത്യം സ്ഥാപിക്കുന്നതിനുള്ള നിരന്തര യാത്രയായിരിക്കും. അതുകൊണ്ട് തന്നെ അവയെ പുറത്ത് കാണാൻ സാധ്യത കൂടുതലാണ്. ഫെബ്രുവരി മുതൽ തുടങ്ങിയ ഇടവപ്പാതി കാലത്തൊക്കെ ഇങ്ങനെ പാമ്പിൻ കുഞ്ഞുങ്ങളെ കാണാറുണ്ട്. കടിച്ച പാമ്പിനെ ജീവനോടെയോ തല്ലിക്കൊന്നോ ആശുപത്രിയിൽ എത്തിക്കേണ്ട ആവശ്യവുമില്ല.